3 സാഹചര്യങ്ങളിൽ നമ്മൾ നിശബ്ദത പാലിക്കണം. ഒരു തലമുറയെ മുഴുവൻ പ്രചോദിപ്പിച്ച വ്യക്തിയും ചിന്തയുടെയും അറിവിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ശക്തിയിൽ വിശ്വസിക്കാൻ ഇവ മനസ്സുകളോട് ആഹ്വാനം ചെയ്ത APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ശ്രീ APJ അബ്ദുൽ കലാം പറയുന്നു, മൗനമാണ് ഏറ്റവും ശക്തമായ ആയുധം. ഗാന്ധിജി നിരാഹാര സമരത്തിനോടൊപ്പം തന്നെ പലപ്പോഴും മൗനവ്രതവും ആചരിച്ചിരുന്നു. മൗനം ഗാന്ധിജിയെ ശക്തനാക്കുകയാണ് ചെയ്തത്. APJ നമ്മളോട് പറയുന്നു, 3 സാഹചര്യങ്ങളിൽ നിങ്ങൾ നിർബന്ധമായും നിശബ്ദത പാലിക്കണം. ഒന്നാമതായി, നിങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ചാലും മറ്റുള്ളവർക്കത് ബോധ്യമാകാത്ത സന്ദർഭത്തിൽ. നിങ്ങൾ സംസാരിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്താൽ പോലും നിങ്ങളുടെ ആ സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ വിശദീകരണമോ മറുപടിയോ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിശബ്ദത പാലിക്കുകയാണ് ഏറ്റവും ഉചിതം. ചില ജീവിത സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളുടെ പ്രത്യേകത കൊണ്ട് നാം എത്ര വിശദീകരിച്ചാലും മറ്റുള്ളവർ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ഈ സാഹചര്യത്തിൽ നിശബ്ദത പാലിച്ചുകൊണ്ട് പിൻവാങ്ങുക. ഒന്നെങ്കിൽ മറ്റുള്ളവർ പിന്നീട് അത് മനസ്സിലാക്കിക്കൊള്ളും, അല്ലെങ്കിൽ അനുകൂലമായ സന്ദർഭത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിക്കാം. രണ്ടാമതായി, നാം എത്ര സംസാരിച്ചാലും വിശദീകരിച്ചാലും നമ്മെ മനസ്സിലാക്കില്ലെന്ന് ശഠിക്കുന്ന ആളുകളുടെ മുമ്പിലോ സാഹചര്യങ്ങളുടെ മുമ്പിലോ. പലരും മുൻവിധികളോടുകൂടിയാണ് ആളുകളെ വിലയിരുത്തുന്നത്. ചിലർ ആവശ്യമില്ലാതെ ശത്രുത പുലർത്തും. അസൂയയോ അല്ലെങ്കിൽ അവരുടേതായ എന്തെങ്കിലും കാരണങ്ങൾ കാണും. ഇത്തരം സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാം. ഇവിടെ നമ്മൾ എത്ര വിശദീകരിച്ചാലും അതവർ നമ്മളെ മനസ്സിലാക്കില്ലെന്ന് നടിക്കും. ഇവരുടെ മുന്നിൽ വെറുതെ വിശദീകരിച്ച് സമയവും മാനവും കളയാതെ മൗനം പാലിച്ച് പിൻവാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. മൂന്നാമതായി, നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ. മൗനം വാചാലം എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളുടെ മൗനത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ വികാരങ്ങളും നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയും. നമ്മളെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരാൾ അതൊരു സുഹൃത്ത് തന്നെ ആവണമെന്നില്ല. ഒരു പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കളാകാം, സഹോദരങ്ങളാവാം. അവർ പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനും മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും വാക്കുകളുടെ ആവശ്യമുണ്ടാവണമെന്നില്ല. വർഷങ്ങളോളം നിങ്ങളുടെ ഒപ്പമുള്ള ആ വ്യക്തി നിങ്ങളുടെ വിചാരവികാരങ്ങളെ മനസ്സിലാക്കുന്നതായിരിക്കും. അയാളോട് ഒരിക്കലും നിങ്ങളെക്കുറിച്ച് സ്വയം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളെ ആ വ്യക്തി സ്വയം മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത്തരത്തിൽ നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളെ അയാൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം വർദ്ധിക്കും.